ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അലീനയും മനുവിന്റെ നാളത്തെ സൂപ്പർ പ്രമോ വിശേഷത്തിലേക്ക് സ്വാഗതം. അതിന് മുമ്പ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് എല്ലാ ദിവസവും എത്തുമായിരിക്കും. അപ്പം അലീനയും മനുവിന്റെ നാളത്തെ കഥ എന്ന് പറയുമ്പോൾ വളരെ രസകരമാകുന്ന, നമ്മൾ പ്രേക്ഷകരായി നമ്മളൊക്കെ ആഗ്രഹിച്ച് കാത്തിരുന്ന ഒരു നിമിഷം എത്തിയിരിക്കുകയാണ്. പ്രേക്ഷകർ പലരും കമന്റ് രൂപത്തിൽ പറയുന്നത് കണ്ടു. എങ്ങനെയെങ്കിലും കമലയും ശിവനെയും അടിച്ചു പുറത്താക്കിയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് കമന്റുകളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പം അതുപോലെയുള്ള ഒരു അനുഭവത്തിലേക്ക് നാളത്തെ എപ്പിസോഡ് വരികയാണ്. വമ്പൻ ട്വിസ്റ്റാണ്. കാരണം അലീനയെ പുറത്താക്കിയതിന്റെ സന്തോഷത്തിൽ അറുമാദിച്ച്, അല്ലെങ്കിൽ ഒരു അഹങ്കാരത്തോടു കൂടി ശിവനും കമലയും ബബിതയും രോഹിത്തും ഹരിയും ഒക്കെ ആ വീടിന്റെ ഭരണം ഫുള്ളായിട്ട് ഏറ്റെടുത്തിരിക്കുകയാണ്. ബാലചന്ദ്രന്റെ വീടിന്റെ ഭരണം ഏറ്റെടുത്തിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഒന്നും ചെയ്യുവാൻ കഴിയാതെ നിൽക്കുന്ന കൃഷ്ണമോളയൊക്കെയാണ് നമ്മൾ കണ്ടത്. എന്നാൽ നാളെ മുതൽ കളി മാറുകയാണ്. നാളെ മുതൽ അലീന വീണ്ടും മടങ്ങിയെത്തുന്ന ഒരു രസകരമാകുന്ന ഭാഗമുണ്ട് കേട്ടോ. അപ്പോൾ നാളത്തെ എപ്പിസോഡ് ആരംഭിക്കുന്നത് മനു സത്യങ്ങളെല്ലാം തുറന്നു പറയുക ബാലചന്ദ്രനോട്, അല്ലെ? അങ്ങനെ അലീനയെ അവിടുന്ന് അടിച്ച് പുറത്താക്കിയതാണെന്നും തന്റെ ഫോണെല്ലാം അവർ കൈക്കലാക്കിയെന്നും ഒക്കെ പറഞ്ഞപ്പോൾ ബാലചന്ദ്രന് വലിയ ദേഷ്യമുണ്ടാകുകയും അങ്ങനെ ബാലചന്ദ്രൻ വലിയൊരു തീരുമാനത്തിലേക്ക് എത്തുകയാണ്. അലീനയോട് പറയാണ്, നീ എന്റെ മോളാണ്, ഞാനാണ് നിന്നെ സംരക്ഷിക്കുന്നത്, നീ എന്റെ വീട്ടിലാണ് താമസിക്കുന്നത്, അവിടുന്ന് നിന്നെ ഇറക്കി വിടാൻ ആർക്കും അധികാരമില്ല. അതുകൊണ്ട് നാളെ എന്നൊരു ദിവസം ഉണ്ടെങ്കിൽ നീ എന്റെ വീട്ടിൽ കാണണമെന്നും, അല്ലാത്ത പക്ഷം എന്റെ തീരുമാനങ്ങൾ നേരെ മറിച്ചായിരിക്കുമെന്നും അലീന ഭീഷണി സ്വരത്തിൽ പറയുകയും അങ്ങനെ അലീനയ്ക്ക് മടങ്ങി പോകാതിരിക്കുവാൻ കഴിയാത്ത ചില സാഹചര്യം ഉണ്ടാകുകയാണോ. അങ്ങനെ അലീന രണ്ടും കൽപ്പിച്ച് മനുവിന്റെയും ബാലചന്ദ്രന്റെയും ആ വലിയ സപ്പോർട്ടോടു കൂടി വീട്ടിലേക്ക് മടങ്ങി വരുന്നൊരു ഭാഗമാണ്. ഈ സമയത്ത് ബബിതയും അതുപോലെ രോഗത്തും കമലയും ഒക്കെ വളരെ സന്തോഷത്തോടു കൂടി ഇനി അവൾ മടങ്ങി വരില്ല എന്നുള്ള സന്തോഷത്തോടു കൂടി ആ വീടിന്റെ ഭരണം ഏറ്റെടുത്ത് അടിച്ചു പൊളിച്ച് നിൽക്കുമ്പോഴാണ് വാതില് തള്ളി തുറന്ന് ഒരാൾ എത്തുന്നത് കേട്ടോ. ആ കാഴ്ച കണ്ട് എല്ലാവരും ഞടുങ്ങിപ്പോവുകയാണ്. കാരണം വേറെ ആരുമല്ല, അലീന. തങ്ങൾ അടിച്ചിറക്കിയ അലീന വീണ്ടും മടങ്ങിയെത്തിയിരിക്കുന്നു. തൊട്ടുപുറകെ ബാലചന്ദ്രനും ഉണ്ട് എന്നുള്ളതാണ്. എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ബാലചന്ദ്രനും എത്തുന്നു. അങ്ങനെ അവിടെ വലിയ പ്രശ്നമുണ്ടാകുകയും ഒടുവിലുള്ള ബാലചന്ദ്രൻ രണ്ടും കൽപ്പിച്ച് എല്ലാവരെയും അവിടുന്ന് അടിച്ചു പുറത്താക്കാൻ ശ്രമിക്കുക. മാത്രമല്ല കമലയോട് ചോദിക്കുകയാണ്, നീ എന്റെ വീട്ടിൽ കയറി എന്റെ മോളെ അടിച്ചിറക്കാൻ നീ ആരാടി എന്ന് ചോദിച്ച് അവിടെ ഇരുന്നൊരു ചൂലെടുത്ത് അടിക്കുകയും അല്ലെങ്കിൽ കമലയെ അടിക്കുകയും ഈ സമയത്ത് പെട്ടെന്ന് ശിവനും രോഹിത്തും ഹരിയും ചാടിയിറങ്ങി ബാലചന്ദ്രന് നേരെ വരിക. ബാലചന്ദ്രൻ എല്ലാവരെയും അടിച്ച് ഓടിക്കുന്ന ഒരു രസകരമാകുന്ന ഒരു ഭാഗമുണ്ട്. ഇതെല്ലാം കണ്ട് ഞെട്ടി നിൽക്കുന്ന നമ്മുടെ രോഹിത്തും അതുപോലെ ബബിതനെയൊക്കെ കാണാം. അതിനോടൊപ്പം അലീനയും ഞെട്ടിപ്പോവുകയാണ് ബാലചന്ദ്രന്റെ ആ പ്രകടനം കണ്ടിട്ട്, അല്ലെങ്കിൽ ആ പ്രതികാരം കണ്ടുകൊണ്ട് ഞെട്ടിപ്പോകുന്ന ഒരു ഭാഗമൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ എല്ലാവരെയും അടിച്ചിറക്കുന്ന ഒരു ഭാഗമാണ് കാണുന്നത് കേട്ടോ. ബാലചന്ദ്രന്റെ മുൻപിൽ പിടിച്ചു നിൽക്കുവാൻ കഴിയാതെ ശിവനും ഹരിയും അതുപോലെ കമലയും ഒക്കെ ഓടി രക്ഷപ്പെടാൻ മാത്രമേ നാളത്തെ എപ്പിസോഡിൽ കഴിയത്തുള്ളൂ. കാരണം അതുപോലെ ദേഷ്യത്തോടു കൂടി തന്റെ കയ്യിൽ ഒരു ചൂലായിരുന്നെങ്കിൽ ആ ചൂല് വെച്ച് എല്ലാവരെയും അടിക്കുക, ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ലാതെ തന്റെ മോളെ തൊട്ട ആ എല്ലാവരെയും അടിച്ചിറക്കുന്ന ഒരു ഭാഗമൊക്കെയാണ് നാളത്തെ എപ്പിസോഡിൽ. അങ്ങനെ രക്ഷിക്കുവാൻ വേണ്ടി ഓടി രക്ഷപ്പെടുന്ന കമലയും ഹരിയും അതുപോലെ ശിവനെയും ഒക്കെയാണ്. ശിവനോടൊക്കെ ചോദിക്കുന്ന, ഒടുവിൽ ഇറങ്ങി ഓടുമ്പോൾ ചോദിക്കണം, തനിക്ക് നാണമില്ലോടാ എന്റെ വീട്ടിൽ കയറി തന്റെ പെണ്ണും പിള്ളേനെയും മകനെ കൊണ്ട് എന്റെ വീട്ടിൽ കയറി അധികാരം നടത്തുവാൻ, എന്റെ മോളെ തരുവാൻ നാണമില്ലോടാ എന്ന് ചോദിച്ച് അപമാനിച്ച് ഓടിക്കുകയും ചെയ്യുന്ന ഒരു നല്ല നിമിഷമാണ്. പ്രേക്ഷകരായി നമ്മളൊക്കെ ഇത് ആഗ്രഹിച്ച ഒരു കാര്യം തന്നെയാണ് നാളെ നടക്കാൻ പോകുന്നത്. അതിനോടൊപ്പം രോഹിത്തിനും ബബിതയ്ക്കും വലിയൊരു മുന്നറിയിപ്പ് കൊടുക്കുകയും ഇനി മുതൽ അലീനയാണ് ഈ വീടിന്റെ നാഥയെന്ന് ഒരു ഓർഡർ കൊടുക്കുന്ന ഒരു ഭാഗമൊക്കെ ഉണ്ട് കേട്ടോ. മാത്രമല്ല ബാലചന്ദ്രൻ എടുത്ത് രോഹിത്തിനോടും ബബിതയോടും പറയാണ്, അലീന അവളാണ് ഇനി ഇവിടെ എല്ലാവരെയും നയിക്കാൻ പോകുന്നത്. അലീന പറയുന്നത് കേട്ടനുസരിക്കുവാൻ കഴിയാത്ത ആരും ഈ വീട്ടിൽ ഇനി വേണ്ട. ഇപ്പോൾ അവൾ പറയുന്നത് അനുസരിക്കുവാൻ കഴിയാത്തവർ ഇറങ്ങിക്കൊള്ളാൻ പറയുകയും അങ്ങനെ അലീനയും കൃഷ്ണമോളും ബാലചന്ദ്രനും സന്തോഷത്തോടു കൂടി മുറിയിലേക്ക് പോകുന്ന സമയം രോഹിത്തും ബബിതയും ഒരു തീരുമാനമെടുക്കുക. ഇനി പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അലീനയോടുള്ള സ്നേഹം അച്ഛൻ അത്രത്തോളമാണ്. അതുകൊണ്ട് നമുക്ക് ഇവിടെ ഇനി ജീവിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കുകയും അങ്ങനെ ബബിതയും രോഗത്തും ആ വീട് വിട്ട് ഇറങ്ങിപ്പോവുകയാണ്. അപ്പൊ ആ കൃഷ്ണമോള് പറയുന്നുണ്ട്, ഇറങ്ങിപ്പോകാൻ എളുപ്പമായ ഹരിയേട്ട, പക്ഷെങ്കിൽ തിരിച്ചു കയറുവാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കുമെന്ന് പറയുകയും അങ്ങനെ എല്ലാവരും അതൊന്നും കേൾക്കാതെ ഹരിയും അതുപോലെ ബബിതയും ഒക്കെ ആ വീട് വിട്ട് ഇറങ്ങുന്ന ഒരു ഭാഗമൊക്കെ ആയിരിക്കും നാളത്തെ എപ്പിസോഡിൽ. എന്തായാലും പ്രേക്ഷകരായി നമുക്ക് സന്തോഷിക്കാം. എല്ലാവരെയും അടിച്ചിറക്കുന്ന ഒരു കാഴ്ചയായിരിക്കും നാളെ കാണാൻ പോകുന്നത്.